ഫിലിപ്പിയർ 3:8 എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിലയുള്ളതാകയാൽ, അത് ഏറ്റവും വിലയുള്ളതായതുകൊണ്ട് സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തു ഒരു അമൂല്യ നിധിയായി നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ്, ബാക്കിയുള്ളതെല്ലാം വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് അവനല്ലേ വഴക്കുണ്ടാക്കി എൻ്റെ അടുത്ത് വന്നത്, അപ്പോൾ നമ്മൾ പറയാം കള പോട്ടറാ, അതെന്ന് വേസ്റ്റാണെന്നത്. നീ അതിനെ വർക്ക് ചെയ്യണ്ട. എന്താ കാര്യം, നീ ഇതിലൂടെ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഏറ്റവും നല്ല വാക്കെന്നറിയാവാ, കള പോട്ടെന്ന് പറയുന്നതാണ്. കള പോട്ട എന്താ വെച്ചാൽ കാര്യം വെച്ചാൽ നീ ഇപ്പം അമിത പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളോട്, വ്യക്തികളോട് കള പോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വേസ്റ്റാണെന്നാണ് ബൈബിൾ പറയണത്. ഫിലിപ്പിയർ 3:8 പറഞ്ഞത് വേസ്റ്റാണ്. എന്ത് ചെയ്യണം, അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ അതിലൂടെ നേടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ ഇടപാടുകളുമൊക്കെ നമ്മളെടുക്കുന്ന ഒരു സുവിശേഷപരമായ ഇടപാടുകൾക്കെല്ലാം സുവിശേഷവിധമായ നിലപാടുകളുണ്ട്. അതെന്താണ്, അത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ്. കാര്യം എന്താണ്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത്. ഒന്ന് പറയുന്നത് 15:27 ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അപ്പോൾ എല്ലാം ഇവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. അത് ഇതാണ് ക്രിസ്തു അനുഭവം എന്ന് പറയണത്. ക്രിസ്തുവിനെ നേടിയെടുത്ത പിന്നെ സംഭവിക്കും, നമ്മുടെ ജീവിതവും നമ്മുടെ പാദത്തിൻ്റെ കീഴിലാവും. എന്താ കാര്യം, നമ്മൾ നിൽക്കുന്നതും ചരിക്കുന്നതും അവനിലല്ലേ. ഇൻ ഹിം വി ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ് എന്നല്ലേ പറയണേ. നടപടി പുസ്തകം 17:28 എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. അപ്പം ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത്, നമ്മൾ ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നത്, ക്രിസ്തുവിലാണ് ചരിക്കണത്, ക്രിസ്തുവിലാണ് ജീവിക്കണത്. അപ്പോൾ എന്താ സംഭവിക്കും, അപ്പോഴീ 1 Corinthians 15:27 സംഭവിക്കും. എന്താണ്, ദൈവം സമസ്തവും നമ്മുടെ പാദത്തിന് കീഴിലാക്കും. അതാ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. മത്തായി 17:21 നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാം സാധ്യമാണ്, എല്ലാം പ്രാക്ടിക്കലാണെന്ന്, എല്ലാം പ്രായോഗികമാണ്. പക്ഷെ എല്ലാവർക്കും പ്രഭാഷണം 37:28 വായിച്ചേ. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. അതാണ് സൃഷ്ടിയുടെ ഒരു വൈവിധ്യം എന്ന് പറയണത്. ഓരോരുത്തർക്കും ഓരോരോ കാലത്ത് ഓരോരോ കാര്യങ്ങളായിരിക്കും സാങ്കത്യമായിട്ട് വരണത്. അപ്പം അത് തിയററ്റിക്കലും ഓക്കെയാണ്, പ്രാക്ടിക്കലും സിങ്ക് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്താണ്, ക്രിസ്തുവിനെ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആക്കുക. അപ്ലൈഡ് ക്രിസ്റ്റോളജിയാണ് എപ്പോഴും ഞാൻ സുവിശേഷത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് എനിക്കെപ്പോഴും തോന്നിക്കുന്നത് ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞ് എനിക്ക് അഭിഷേക വചനം കിട്ടിയ ആളാണ്. ഞാനൊരു 1,00,000 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എല്ലാമാണ്, അത് കർത്താവ് പിതാവായി ദൈവം എനിക്ക് തന്ന ബോധ്യമാണ്. അപ്പം എല്ലായിടത്തും ക്രിസ്തുവിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജീവിതത്തിൻ്റെ എല്ലാ നിറഭേദങ്ങളിലും, എല്ലാ കാലാവസ്ഥാ ഭേദങ്ങളിലും, അനുകൂല പ്രതികൂല അനുഭവങ്ങളിലും ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അർത്ഥങ്ങൾ അന്വേഷിക്കാൻ പറ്റും. മോശമായ അനുഭവങ്ങൾ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എല്ലായിടത്തും ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്.